കൊച്ചിയിലെ തൊഴിൽ പീഡന ആരോപണത്തിൽ പാലാരിവട്ടത്തെ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൽ തൊഴിൽ വകുപ്പിന്റെ പരിശോധന. ജില്ലാ ലേബർ ഓഫീസർ സ്ഥലത്ത് ജീവനക്കാരുടെ വിവരങ്ങളടക്കം തേടുകയാണ്. കൊച്ചിയിൽ നിന്ന് ആൻ മരിയ സണ്ണിയാണ് ചേരുന്നത്. ആൻ, കഴിഞ്ഞ ദിവസമാണ് കൊച്ചിയിൽ നിന്നും ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ വളരെ മോശമായ രീതിയിലുള്ള തൊഴിൽ പീഡനങ്ങൾ നടക്കുന്നു. ഏറെ പ്രാകൃതമായ ശിക്ഷാരീതികളാണ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാതിരിക്കുന്ന ജീവനക്കാർക്ക് നൽകിയിരുന്നത് എന്ന വാർത്തയാണ് പുറത്തു വന്നത്. അതേ തുടർന്ന് മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. ഇപ്പോഴവിടെ ജില്ലാ ലേബർ ഓഫീസർ എത്തി ജീവനക്കാരുടെ വിവരങ്ങളടക്കം തേടുകയാണ്. ആൻ മരിയ സണ്ണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നത്. ആൻ, നമുക്ക് വിശ്വസിക്കാനാവാത്ത ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് പോലും നമുക്കതിൽ ഒരു വിശ്വാസം തോന്നാത്ത രീതിയിലുള്ള അത്രയും പ്രാകൃതമായ ശിക്ഷാരീതികളാണ് ആ സ്ഥാപനത്തിൽ നടന്നത് എന്ന വിവരങ്ങളാണല്ലോ വരുന്നത്. ഇതിന്റെ ആധികാരികത എത്രത്തോളമാണ്? ഈ ജില്ലാ ലേബർ ഓഫീസർ അവിടെ എത്തി ജീവനക്കാരുടെ മൊഴിയൊക്കെ എടുത്തിട്ടുണ്ട്, എന്താണ് അവർ പറയുന്നത്? കഴിഞ്ഞ ദിവസമാണ് ഈ ആരെയും ഞെട്ടിക്കുന്ന ഈ ക്രൂരതയുടെ ദൃശ്യങ്ങൾ സഹിതമായിട്ട് വാർത്ത പുറത്തേക്ക് വരുന്നത്. ഇപ്പോൾ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൽ ഇപ്പോൾ ലേബർ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള പരിശോധന നടക്കുകയാണ്. ഈ പരിശോധനയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൃത്യമായ വിവരങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. പലതരത്തിലുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെയാണെങ്കിൽ ലേബർ ഓഫീസർ പറഞ്ഞത് തൊഴിൽ പീഡനം നടന്നിട്ടില്ല എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അത് അവിടെ വർക്ക് ചെയ്യുന്നവരുടെ, ഈ പെരുമ്പാവൂരുള്ള സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ആ രീതിയിലേക്ക് റിപ്പോർട്ട് കൊടുക്കും എന്ന രീതിയിലേക്ക് വന്നിരുന്നത്. പക്ഷേ കൃത്യമായിട്ടുള്ള തൊഴിൽ പീഡനം നടന്നിട്ടുണ്ട് എന്ന് ഇതിന്റെ പുറത്തുള്ള ആളുകൾ പറയുമ്പോഴും അതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൽ ഉള്ള മാനേജർ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് പെരുമ്പാവൂർ ചെന്ന് ഈ ട്രെയിനിങ് നടത്തുന്നതിന്റെ ഭാഗമായിട്ട് ഈ രീതിയിൽ ഈ നായയെ പോലെ നടത്തിക്കുക എന്നടക്കമുള്ള രീതിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് എന്നടക്കമുള്ള പരാതികളും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പരാതികളിൽ ഒരു വ്യക്തത വരുത്തുക, ഇവിടെ വർക്ക് ചെയ്യുന്നവരുടെ വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തുക, തൊഴിൽ എത്ര മണിക്കൂർ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിൽ പരിശോധന നടക്കണം.